തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ പ്രബുദ്ധരായ മലയാളികൾ വെളിച്ചമാകുമെന്ന പ്രതീകാത്മക തുടക്കം ചടങ്ങിനെ പ്രൗഢമാക്കി. മന്ത്രി റോഷി അഗസ്റ്റിനും വിശിഷ്ടാതിഥികളും വിളക്ക് തെളിയിച്ചതോടെ മഹാസംഗമത്തിന് ഔദ്യോഗിക തുടക്കമായി. നർമ്മബോധത്തിന്റെ നുറുങ്ങുകൾ നാവിലൊളിപ്പിച്ച നടനാണ് സുരാജ് വെഞ്ഞാറമൂട്. ഫലിതത്തിന്റെ മേമ്പൊടിയോടെ സുരാജ് പറഞ്ഞ വാക്കുകൾക്ക് ആകാംക്ഷയോടെ കാതോർക്കുകയായിരുന്നു അമേരിക്കൻ മലയാളികൾ. എന്നെ ആദ്യം വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അച്ചായ എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല. ഉടനെ അച്ചായൻ പറഞ്ഞത്, സുരാജ്, അതായത് ഒരു കാര്യം സുരാജ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെക്സിക്കോയിലെ കാൻകൂൺ എന്ന് പറയുന്നത് വേൾഡിലെ നമ്പർ 1 റിസോർട്ടാണ്. അപ്പൊ അവിടെ ഗോവയിലെ ഒരുപാട് കുടുംബാംഗങ്ങൾ, ഏകദേശം ഒരു 2000-ഓളം കരുണീമണികളും സുന്ദരന്മാരും എല്ലാവരും വരുന്ന എന്തായാലും വരണം. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല അച്ചായ, പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ. ഉടനെ അച്ചായൻ പറയും, സുരാജ്, ഒരു കാര്യം മനസ്സിലാക്കിയേണ്ടത്, അതെന്റെ കാൻകൂൺ എന്ന് പറയുന്നത് വേൾഡിലെ നമ്പർ 1 റിസോർട്ടാണ്. ആ റിസോർട്ടിൽ എന്തായാലും സുരാജ് വരണം. അല്ല, ഒരാൾ ഞാൻ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റില്ല, കൂടെ ഒരാളും കൂടെ. സുരാജ്, മെക്സിക്കോയില് വേൾഡിലെ നമ്പർ 1 റിസോർട്ട്, അവിടെയാണ് നമ്മുടെ പരിപാടി. അല്ല ചായ, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വന്ന പരിപാടി അവതരിപ്പിക്കാൻ പറ്റൂല. സുരാജ്, വേൾഡിലെ നമ്പർ 1 എന്ത് പറഞ്ഞാലും ഇതിങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഒരാളും കൂടെ ഇല്ലാതെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റില്ല, നിങ്ങളുടെ സാന്നിധ്യം മാത്രം മതി. കാരണം അവിടെയുള്ള തരുണീമണികളെയും സുന്ദര പുരുഷന്മാരെയും എല്ലാം ഒന്ന് കണ്ടേച്ച് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് നിങ്ങളുടെ സാന്നിധ്യം മാത്രം മതി എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒറ്റയ്ക്കൊക്കെ എങ്ങനെയാണ് ഇത്രയും ദൂരമൊക്കെ വരുന്നത്? മാത്രമല്ല, സുരാജ് ഒറ്റയ്ക്കല്ല, 380 ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 600-ൽ പരം ആൾക്കാരുമായിട്ട് സുരാജിന് ലാവിഷായിട്ട് ഇവിടെ വന്നിറങ്ങാം. ശരിയാണ്, ലാവിഷായിട്ട്. ഞാൻ പറഞ്ഞു, എന്നാലും ഒറ്റയ്ക്ക് വർത്താനം പറയാൻ ആരും ഇല്ലല്ലോ. റോഷി അഗസ്റ്റിൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അദ്ദേഹത്തിന് കൂടെ വിടാം. നമുക്കറിയാമല്ലോ, മന്ത്രിയാണ്. പിന്നെ സുരാജിന്റെ ഫ്ലൈറ്റ് കയറുമ്പോൾ എന്തെങ്കിലും വെള്ളത്തിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് സംസാരിക്കാം. മാത്രമല്ല, സുരാജിന് മാത്രമല്ല, കേരളത്തിലെ എല്ലാവരുടെയും വെള്ളപ്രശ്നം പരിഹരിക്കുന്ന മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് വരാം. ഞാനും മിനിസ്റ്ററും കൂടെ വളരെ ഹാപ്പിയായിട്ട് അവിടെ വന്നിറങ്ങി. മിനിസ്റ്ററെ അദ്ദേഹത്തിൻ്റെ തന്നെ ഫ്രണ്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ നേരെ ന്യൂജേഴ്സിയിലേക്ക്, അവിടെ ന്യൂയോർക്കിൽ ഒരു റൂമൊക്കെ എടുത്ത് താമസിച്ചു. പിറ്റേന്ന് രാവിലെ എനിക്കിവിടെ വരണം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് മെക്സിക്കോയിൽ വരുന്നത്. ഇതെങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പ്രതാപം വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ അനിയച്ചായൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഇതിൽ വന്ന് ഫേസ്ബുക്കിൽ വന്ന വീഡിയോ ഉണ്ട്, കണ്ടു നോക്ക്, ട്രാവൽ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. ഞാനിത് കണ്ടപ്പോൾ ശരിയാണ്, അദ്ദേഹം വന്ന് സംസാരിക്കുന്നതുകൊണ്ട്. അതായത് മെക്സിക്കോയിലെ ടെർമിനൽ 3-ല് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇറങ്ങി വരുമ്പോൾ തന്നെ ഫോമയുടെ പ്ലാക്കാർഡ് പിടിച്ച് അവിടെ കുറെ പേരുണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയപ്പോ ഫോമയുടെ ഒഴിച്ച് ബാക്കി എല്ലാ പ്ലാക്കാർഡുകളും ഫോമയുടെ മാത്രമല്ല. അടുത്ത വീണ്ടും അദ്ദേഹം ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ലെഫ്റ്റ് ഏരിയയില് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ലിമോസിൻ ഉണ്ടാവും. സുരാജ് അതിൽ കയറി വരിക, ലെഫ്റ്റ് അന്വേഷിച്ച് നടന്നു. സത്യം പറഞ്ഞു, സുരാജിനെ ആനയിച്ചുകൊണ്ട് ആ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറ്റും. ഒരാളും ആനയിക്കാനില്ല. 20 ഫ്ലൈറ്റ് ഒരുമിച്ച് വന്ന അവളുടെ അവസ്ഥ എന്തായിരുന്നു? ഞാനിങ്ങനെ ആരെങ്കിലും തള്ളി എന്നെ ഫ്രണ്ടിൽ കൊണ്ട് കയറ്റി അവിടെ വന്നപ്പോൾ ലിമോസിൻ ഇല്ല, ഒരു മഞ്ഞ ബസ് കിടക്കുന്നു. മഞ്ഞ ബസ്സിൽ വന്നിട്ടുള്ളവരെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരി, അപ്പൊ ഇന്നൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കറക്റ്റ് ഒരു 3:30-4 മണിയായപ്പോൾ നമ്മളിവിടെ റിസപ്ഷനിലെത്തി. ഗംഭീര സ്വീകരണമായിരുന്നു. എല്ലാവരെയും കണ്ടു. അവിടെ വന്നിട്ട് കറക്റ്റ് ഒരു 4:30 മണിയായപ്പോൾ എനിക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരു പെൺകുട്ടി വന്ന് ഇതങ്ങ് കെട്ടിക്കണ്ടു. ഇത് കെട്ടി ഞാൻ ചോദിച്ചു, ഇതെന്താ ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ
സുരാജ്, ഇത് റൂമിന്റെ ഒരു സംഭവമാണ്, ഇത് കളയേക്കരുത്, എവിടെ പോയാലും ഇത് കെട്ടിയേക്കണം. ഞാൻ ഇതുവരെ ഊരിയിട്ടില്ല. അങ്ങനെ കെട്ടി നേരെ 4 മണിക്ക് റിസപ്ഷനിൽ നിന്ന് ഇറങ്ങിയതാണ്. വണ്ടിക്കാരെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കറക്റ്റ് ഒരു 7:30 മണിയാകുമ്പോൾ എന്റെ റൂം കണ്ടുപിടിച്ച് അതിനകത്ത് കയറി. അപ്പോ അടുത്ത് അവര് വണ്ടി പിടിച്ച് നേരെ അങ്ങോട്ട് പോയി. ഞാൻ അവിടെ കിടന്ന് ഈ ക്ഷീണം കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് പേരുമായിട്ടൊക്കെ ഫോട്ടോ എടുത്ത് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ വീണ്ടും ഞാൻ ഇദ്ദേഹത്തിന് വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല ചായ. എനിക്ക് തോന്നുന്നു ഫുൾ തിരക്കായിരിക്കും. മെക്സിക്കോ ഇല്ലേ അല്ല, ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നപ്പോൾ ദിലീപ് അങ്കിളും ഫാമിലിയൊക്കെ ഇരിക്കുന്നു. കൂട്ടത്തിൽ നോക്കിയപ്പോൾ അച്ചായന്റെ വൈഫ് ഇരിക്കുന്നു, നമ്മുടെ അനിയച്ചായന്റെ വൈഫ് ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, അതെ അനിയച്ചായനെ കണ്ടോ? സുരാജ്, ഇതാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. ഞാൻ കണ്ടിട്ട് 3 മാസമായി. ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും കാണുകയാണെങ്കിൽ ഞാനിവിടെ ഉണ്ട്, ഒന്ന് വിളിക്കാൻ പറയണം. സുരാജ് ഒന്ന് പറഞ്ഞേക്ക്, സുരാജിനെ കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ ഉണ്ടെന്ന് അറിയിച്ചേക്കണം. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിരുന്നാലും ഞാൻ ഇവരുടെ പ്രവർത്തനങ്ങൾ വാച്ച് ചെയ്തപ്പോൾ ശരിക്കും നമുക്ക് എല്ലാവർക്കും, ഇവിടുത്തെ ഫോമയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ഈ ഈ കോവിഡ് സമയത്ത് ഏകദേശം 8 കോടി വരെ ചിലവുള്ള സാധനങ്ങൾ നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പിന്നെ കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വർഷമായിരുന്നു നമ്മുടെ അനിയച്ചായൻ്റേത്. ഇത്രയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന എല്ലാവർക്കും, അദ്ദേഹത്തിനും ഫോമയിലെ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ്. മലയാളി സംഘടനകൾക്കിടയിൽ മികച്ചതേതെന്ന കാര്യത്തിൽ ചെറിയൊരു മത്സരമുണ്ട്. ആ മത്സരത്തിൽ വിജയിച്ചത് മലയാളി അസോസിയേഷൻ ഓഫ് ഫിലാഡൽഫിയ എന്ന മാപ്പാണ്. മുൻ തലൈവൻ ഷാലു പുന്നൂസിന്റെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെയാണ് മാപ്പിന്റെ പ്രതിനിധികൾ വേദിയിലെത്തി പുരസ്കാരം സ്വീകരിച്ചത്. ബെസ്റ്റ് അസോസിയേഷനുള്ള അവാർഡ് ഷാലുവിനും മുൻ പ്രസിഡന്റ് ഷാലുവും ഒരുമിച്ച് വാങ്ങുന്നു. ഏറ്റവും ബെസ്റ്റ് അസോസിയേഷൻ ഓഫ് ഫോമ. ഫ്ലവേഴ്സ് USA മേധാവി ബിജൂസ് കറിയുടെ പ്രവർത്തനങ്ങൾക്ക് ആദരമൊരുക്കാനും ഫോമ സംഘാടകർ മറന്നില്ല. മെക്സിക്കോയിലായാലും മലയാളി മങ്ക കോമ്പറ്റീഷൻ ഇല്ലാതെ എന്തു കൂട്ടായ്മ. മലയാളി മങ്കയ്ക്കൊപ്പം മലയാളി മന്നൻ മത്സരവും ചടങ്ങിന് ഉശിരു പകർന്നു. മികച്ച അച്ഛനെയും മകളെയും കണ്ടെത്തുന്ന മത്സരവും ചടങ്ങിനെ വേറിട്ടതാക്കി. ഇനി വാശിയേറിയ മത്സരത്തിനൊടുവിൽ കിരീടം ചൂടിയ മലയാളി മങ്കയും മലയാളി മന്നനും അച്ഛൻ മകൾ കോംബോയും ആരെന്നറിയണ്ടേ? പ്ലേ ദ വിഷ്വൽസ്. Can I have the results, please? Sash is leading by Niru. That concludes our award ceremony, and that was a beautiful competition, hasn't it? And thank you again, all the judges and all my favorite audience. ഒരുപാട് വായിച്ചിട്ടുണ്ട്. എൻ്റെ കണ്ടനാളത്തിൽ നിന്ന് മാക്സിമം വരാവുന്നതൊക്കെ ഞാൻ വായിക്കാം. ഈ ഡ്രംസ് ഇത് വായിച്ചിട്ടുണ്ട്, ഫുഡ് ഡ്രം, സ്നെയർ ഉണ്ട്, പിന്നെ ഇങ്ങനെയുള്ള ഒരു സാധനമുണ്ട്, മൃദംഗമുണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ ഒരു 5-6 ട്രൈ ചെയ്യും കേട്ടോ. റെഡി? Amma
The second runner-up for the competition, and it goes to Robin Thomas. Robin Thomas from Atlanta. ചെക്ക് സമ്മാനിക്കാൻ ആ ചെക്ക് അങ്ങ് വാങ്ങിയച്ചപ്പോ താങ്ക് യു ചേട്ടാ. And the first runner-up is Anu Sakaria. അനു സക്കറിയ. ജോ. Now, can you predict who is the Malayali Manan 2022? എനിക്ക് മലയാളം ശരിക്കറിയില്ല. ഡാനിഷ് എന്നാണ് അത് കാൻകൂണില് സുഹൃത്തുക്കളെ, നമ്മുടെ പെർഫോമൻസ് ചെയ്യുന്ന മലയാളി മന്നൻ 22 Malayali Manan award goes to ഡാനിഷ് തോമസ്. വിവിധ മേഖലകളിലെ സംഭാവനകൾക്ക് ആദരമൊരുക്കാൻ മറന്നില്ല ഫോമയുടെ സംഘാടകർ. മാധ്യമരംഗത്തെ സംഭാവനയ്ക്ക് ജോർജ് ജോസഫും രാജു പള്ളത്തും, സംഘാടക മികവ് തെളിയിച്ച സുനിൽ ട്രൈസ്റ്റാറും അനിയൻ ജോർജും കൺവെൻഷൻ ചെയർ പോൾ ജോൺസണുമൊക്കെ പ്രൗഢ സദസ്സിന്റെ ആദരം ഏറ്റുവാങ്ങി. ഉറങ്ങാതെയും ഉണരാതെയുമില്ല. ഏറ്റവും നല്ല പത്രപ്രവർത്തകന് ഫോമയിലെ അവാർഡ് ഈ വർഷം ലഭിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ ജോർജ് ജോസഫിനാണ്. അദ്ദേഹം IPSCയുടെ മുൻ പ്രസിഡന്റാണ്, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക, അതോടൊപ്പം തന്നെ മുൻ ചെയർമാനുമാണ്. താങ്ക് യു. ഇന്ന് ഈ വേദിയിൽ വിശിഷ്ടാതിഥികള്, ഫോമയുടെ എക്സിക്യൂട്ടീവുകള്, നാഷണൽ കമ്മിറ്റി അംഗങ്ങള് ഈ വേദിയിൽ അണിനിരുന്നപ്പോൾ അവര് കണ്ട ഒരു വലിയ കാഴ്ചയുണ്ട്. കേരള തനിമയുടെ, കേരളത്തിന്റെ പൈതൃകം, കേരളത്തിന്റെ സംസ്കാരം വിളിച്ചോതിക്കൊണ്ട് സുന്ദരിമാരായ വനിതകള്, സുന്ദരന്മാരായ പുരുഷന്മാര്, വനിതകള് താലപ്പൊലി ഏന്തിക്കൊണ്ട്, കൊച്ചുകുട്ടികളെ മുന്നിൽ അണിനിരന്നുകൊണ്ട് ഫോമയുടെ 84 അസോസിയേഷൻ, കാനഡ മുതൽ കാലിഫോർണിയ വരെയുള്ള 84 അസോസിയേഷൻ 12 റീജിയനുകളായി പങ്കിട്ടെടുത്തുകൊണ്ട് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ, താലപ്പൊലിയുടെ അകമ്പടിയോടെ കടന്നു വന്നപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തെ സ്വപ്നം കാണുകയായിരുന്നു. നമ്മൾ വളർന്നു വന്ന കേരളം നമ്മുടെ ഹൃദയത്തിൽ ചക്കോട് ചക്ക് വെച്ച്, നമ്മൾ കണ്ണിലെ കൃഷ്ണപുരി പോലെ നമ്മൾ എന്നും കാത്തു സൂക്ഷിക്കുന്ന ആ കേരളത്തിന്റെ പൈതൃകവും സംസ്കാരമെല്ലാം നമ്മൾ മനസ്സിലേക്ക് ആവാഹിക്കുകയായിരുന്നു. മികച്ച മേഖലയുടെ ഊഴമായിരുന്നു പിന്നീട്. സെൻട്രൽ ന്യൂയോർക്ക് മെട്രോ റീജിയൻ ഭാരവാഹികൾ പുരസ്കാരം പങ്കിട്ടു. നിറഞ്ഞ കയ്യടികളോടെ സദസ്സ്. ഏറ്റവും ബെസ്റ്റ് റീജിയന്റെ അവാർഡ് മെട്രോ റീജിയൻ ആമിനി ബിനോയ് തോമസ് മെട്രോ റീജിയന് വേണ്ടി സ്വീകരിക്കുന്നു. ഒരു വേള ഗ്രൂപ്പ് പറയുകയാണ്. നമുക്ക് സമയപരിധിയുണ്ട്, അതുകൊണ്ടാണ് സെൻട്രൽ റീജിയൻ ആൾക്കാർ പെട്ടെന്ന് മുന്നോട്ട് വരുന്നതാണ്. താങ്ക് യു ഫോമർ നാഷണൽ എക്സിക്യൂട്ടീവ് ടീം. ഷിജോ പൗലോസ് ഫോമയുടെ കൂടെ യാത്ര ചെയ്ത്, ഫോമയുടെ ഇപ്പോൾ നിങ്ങൾ കയറി വന്നപ്പോൾ കണ്ട ഫോമയുടെ ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. നാട്ടിൽ ആ പ്രളയം ഉണ്ടായപ്പോഴും കോവിഡ് ഉണ്ടായപ്പോഴും വെന്റിലേറ്റർ കൊടുത്ത ആ വീഡിയോ പോലും നിമിഷ നേരങ്ങൾ കൊണ്ട്, അതുപോലെ ഒട്ടേറെ പ്രൊഡക്ഷൻസ് ഫോമയ്ക്ക് വേണ്ടി ചെയ്ത, ഫോമയുടെ കൂടെ യാത്ര ചെയ്ത, ഫോമയുടെ ഒരു ഡെലിഗേറ്റ് പോലുമായ ഷിജോ പൗലോസ്, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് നിങ്ങൾ വാച്ച് ചെയ്യുന്നതായിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്യുന്നു. ഷിജോ പൗലോസിനെ എല്ലാവിധ ആദരവോടും കൂടി ക്ഷണിക്കുന്നു വേദിയിലേക്ക്. And I request Minister Roshi Augustine to give the award.
ഭാരവാഹികളുടെ കിരീടധാരണത്തിലേക്ക് ഫോമയുടെ പുതിയ ഭാരവാഹികൾ സത്യവാചകം ചൊല്ലി ചുമതല ഏറ്റെടുത്തു. ജേക്കബ് തോമസ് പ്രസിഡന്റായും ഓജസ് ജോൺ ജനറൽ സെക്രട്ടറിയായും സണ്ണി വള്ളികുളം വൈസ് പ്രസിഡന്റായും ജെയ്മോൾ ശ്രീധർ ജോയിന്റ് സെക്രട്ടറിയായും ജെയിംസ് ജോർജ് ജോയിന്റ് ട്രഷററായും സാരഥ്യത്തിലേക്ക്. FOMA, Federation of Malayali Associations of America for 2022-2024 term, and will, to the best of my ability, preserve, protect, and defend the former Constitution. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിൽ ഒരു ഇടവേളയാണ്. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിലേക്ക് വീണ്ടും സ്വാഗതം. കോവിഡ് തകർത്ത 2 വർഷങ്ങൾക്ക് ശേഷം കലാപ്രകടനങ്ങളുടെ മാസ്മരിക ലോകത്തേക്ക് വീണ്ടും ചിറകു വിരിച്ചു മെക്സിക്കോയിൽ നമ്മുടെ കലാകാരന്മാർ. നൃത്തച്ചുവടുകൾ കൊണ്ട് മാജിക് സൃഷ്ടിച്ച നീരവ് ബാവ്ലേച്ച, സംഗീത വിസ്മയമൊരുക്കി MG ശ്രീകുമാർ, അനുകരണ കലയിലൂടെ കാണികളെ കയ്യിലെടുത്ത് സുരാജ് വെഞ്ഞാറമൂട്, ഒടുവിൽ കിടുക്കാച്ചി പാട്ടുകളുടെ മെട്ടിലേക്ക് ചുവടുവെച്ച് കാണികളും നീരവും ആഘോഷത്തിമിർപ്പിലായ കലാപ്രകടനങ്ങളുടെ കൊളാജിലേക്ക്. से नाची आज के घुंघरू टूट गए, के घुंघरू टूट गए. பூக்களே சற்று ஓய்விடுங்கள், அவள் வந்து விட்டாள், அவள் வந்து விட்டாள். நாம் கண்ட ஸ்வப்னங்கள் போ. ஹே என்றால் அது அழகு என்றால் அது அவள் தானா. बैल जैसे धूल उड़ा के सींग उठा के तुम भी नाचो, बाज जम के ताल ढोल बेटा राजू उड़ के नाचो. हीरो से भी तेज कोई कर सके जो बेद नाचो, अस्तबल में घोड़े जैसे भाग डोर छोड़ नाचो. मिट्टी जो रोट मोटा मिर्च खा के ऐसे नाचो. हाँ जा छोरे, हाँ जा गोरे, हाँ जा छोरे. नाचो 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 वीर नाचो, नाचो 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 यार नाचो. നടന്നാരോ മറുമറയുന്നേ, ഓരഞ്ചേർന്നു നടന്നോരും പല പാണ്ടിക്കുന്നു കയറുന്നേ. ഓരം ചുട്ടുമെരിയുന്നേ നടന്നാരോ മറയുന്നേ, ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്നു കയറുന്നേ. ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്നു കടന്നോരും വിദ്യത്യാഗ നിരക്കുന്നേ, നിറമാനം മെല്ലെ ഇരുട്ടുന്നേ. ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്നു കടന്നോരും വിദ്യത്യാഗ നിരക്കുന്നേ, നിറമാനം മെല്ലെ ഇരുട്ടുന്നേ. ആവോ ദാമാരോ നമ്മുടെ തെളിവ വന്നല്ലോ, ആവോ ദാമാരോ നമ്മുടെ റോഷൻ വന്നല്ലോ, ആവോ ദാമാരോ നമ്മുടെ പ്രമ കലകിയല്ലോ, ആവോ ദാമാരോ നമ്മുടെ അമേരിക്കൻ
അവർ അഞ്ചാം കുന്നു കയറുന്നേ പള്ളിക്കുന്നിലെ മുറ്റത്ത് കൊട്ടക്കുഴി കങ്കമൊരുങ്ങുന്നേ അവർ അഞ്ചാം കുന്നു കയറുന്നേ പള്ളിക്കുന്നിലെ മുറ്റത്ത് കൊട്ടക്കുഴി കങ്കമൊരുങ്ങുന്നേ ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം ആത്മനാഥായ നിന്നിൽ ചേരണം தேவாசுரம் படத்தில் நேற்று வந்து சுராஜ் வந்து நேற்று வசனத்தை பேசி காமிச்சார் என்னுடைய வசனத்தை. அந்த படம் நடித்து நான் 30 வருஷம் ஆச்சு, 30 இயர்ஸ் ஆயிடுச்சு. அந்த டைலாக் என்ன அவரு ஞாபகம் வச்சுருக்காரு, நான் ஞாபகம் வச்சுருக்கிறது ஒரு பெரிய விஷயம் இல்லை, அவரு ஞாபகம் வச்சு பேசுகிறது பெரிய விஷயம். ഒന്നുമേ ഇവിടെ അവസാനിച്ചെന്ന് കരുതണ്ട, തുടങ്ങിനേ ഉള്ളൂ. എനിക്ക് ഒരു ദിവസമുണ്ട്, ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനധികം വൈകില്ല. ഓർമ്മ വെച്ചോ. നീലകണ്ഠ ഞാനട മുണ്ടക്കൽ ശേഖരൻ, നീ ചത്തിട്ടില്ലാന്നറിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. കളി ഞാൻ തുടങ്ങാൻ പോറേയുള്ളൂ. ഓരോന്നും എണ്ണി പറഞ്ഞ് ഞാൻ കുത്തും ഇല്ല. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. ദൈവസ്നേഹം തേന്മല പോലെ തൈമണി തെന്നൽ പോലെ, ദാഹവേനൽ തീയരിയുമ്പോൾ തണ്ണീർ പന്തൽ പോലെ. ദുഃഖിതന്മാരെ നിങ്ങൾക്കെന്നും സ്വർഗരാജ്യം സ്വന്തമല്ലോ, ദൈവത്തിൻ നന്മകൾ സ്വന്തമല്ലോ. ദൈവസ്നേഹം തേന്മഴ പോലെ തൈമണി തെന്നൽ പോലെ. കറുകുറുക ചെറുകുറുക ചെമ്പക ജീരക വിത്തെല്ലാം വരിപ്പാകുന്നേ, കറുകുറുക ചെറുകുറുക ചെമ്പക ജീരക വിത്തെല്ലാം വരിപ്പാകുന്നേ. മത്തപൂത്തതും കാവരിച്ചതും കറിക്കരച്ചതും നെയ്യപ്പൻ ചുട്ടതും നീ അറിഞ്ഞോടി, അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി. താതിനന്ദ 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 തെയ്യന്തര, താതിനന്ദ 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 തെയ്യന്തര, താതിനന്ദ 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 തെയ്യന്തര, താതിനന്ദ 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 തെയ്യന്തര. തലയ്ക്കുമീതേ ഭൂലോകം, തലയ്ക്കു താഴെ ആകാശം, തലയ്ക്കുമീതേ ഭൂലോകം, തലയ്ക്കു താഴെ ആകാശം. ആകാശത്തെ കയ്യിലെടുത്തതും ആ വഴി ഈ വഴി പാറി നടന്നതും, ആകാശത്തെ കയ്യിലെടുത്തതും ആ വഴി ഈ വഴി പാറി നടന്നതും. വസുധൈവ കുടുംബകം അഥവാ ലോകമേ തറവാടെന്ന ചിന്ത കൂടെ കൊണ്ടു നടക്കുന്നവരാണ് മലയാളികൾ. നാട്ടിലായാലും വിദേശത്തായാലും കോവിഡായാലും പ്രളയമായാലും ആവശ്യങ്ങളിലിരിക്കുന്നവരോട് അലിവ് കാട്ടാൻ മടിയില്ല മലയാളിക്ക്. ഏറ്റവും മികവുറ്റ രീതിയിൽ മാനവ സ്നേഹത്തിലൂന്നിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ അമേരിക്കൻ മലയാളി സംഘടന ഏതെന്നറിയേണ്ടേ? നമ്മുടെ കേരള അസോസിയേഷൻ ഓഫ് വാഷിംഗ്ടൺ പ്രതിനിധികൾ പുരസ്കാരം ഏറ്റുവാങ്ങിയത് കയ്യടികളുടെ അകമ്പടിയോടെ. വർണ്ണോജ്വലമായ
പ്രൗഢഗംഭീരമായ പരിപാടികൾക്ക് 5-ാം തീയതി തിരശ്ശീല വീണു. 2 വർഷത്തെ കെട്ടകാലത്തിന് ശേഷം ഒരുപാട് വർഷങ്ങളിലേക്കുള്ള ഒരുപിടി ഓർമ്മകളുമായി കാൺകൂണിൽ നിന്ന് മടക്കം. കൂടുതൽ ഊർജ്ജസ്വലതയോടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതിജ്ഞയോടെ. അതെ, അമേരിക്കൻ ഡയലോഗിൽ നമുക്കും വീണ്ടും കണ്ടുമുട്ടാം അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി. ടിൽ ദെൻ സ്റ്റേ സേഫ്.